പ്രയാസം ഏറും നേരത്തും ദുഃഖിതനായി ഞാൻ തീരും നേരത്തും മനമറിയും പരമനാഥൻ അരികിലുണ്ട്, പതറുകില്ല. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 22-ാം സങ്കീർത്തനം 15-ാം വാക്യം. എൻ്റെ ശക്തി ഓട്ടുകഷണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുപിടിക്കുന്നു. അടുപ്പത്ത് വെച്ച് തീയിലുണക്കിയ മൺകലത്തിൽ ജലാംശം ഒട്ടും അവശേഷിക്കാതിരിക്കുന്നത് പോലെ തൻ്റെ ശക്തി മുഴുവൻ ചോർന്നു പോയതായി ദാവീദ് വിവരിക്കുന്നു. തീവ്രമായ ദാഹം മൂലം എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നത് മൂലം തനിക്ക് സംസാരിക്കുവാൻ കഴിയാതെ പോയി. ശരീരത്തിൻ്റെ ഓരോ ചെറിയ ഭാഗവും ദണ്ഡിപ്പിക്കുന്നത് പോലെ മരണത്തിൻ്റെ പൊടിയിലേക്ക് ഇടുന്ന അവസ്ഥയിലേക്ക് സങ്കീർത്തനക്കാരൻ എത്തിപ്പെടുന്നു. തൻ്റെ തീവ്രമായ ദുഃഖവും സങ്കടവും വേദനയുമാണ് സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നത്. തൻ്റെ ശത്രുക്കളുടെ മധ്യത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക അവസ്ഥ. പ്രിയ സ്നേഹിതരെ, യേശു കർത്താവും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ക്രൂശിൻ്റെ പാതയിലേക്ക് നടക്കുമ്പോൾ യേശു അഭിമുഖീകരിക്കുന്നതും ഈ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ്. നമ്മുടെ ജീവിതയാത്രയിലും ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാം. എന്നാൽ തളരാതെ പതരാതെ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. പ്രാർത്ഥിക്കാം. കർത്താവേ, എരിയുന്ന തീച്ചുകളുടെ മധ്യത്തിലും നിലനിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.